ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിസാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പം അതിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ കൊച്ചുള്ളിയുണ്ട്, തേങ്ങയുണ്ട്, വറ്റൽമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, കുരുമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ വറുത്തരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ തികച്ചും ഓപ്ഷണലാണ്. നമ്മളിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെയും ചെയ്യാം. ഉപയോഗിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ വറുത്തരച്ചെടുക്കുന്ന മിക്സിന് കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വറ്റൽമുളക്, ഈ ഓരോന്നും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി കറിവേപ്പില, ഏലക്ക, ജീരകപ്പൊടി എന്നിവ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങയ്ക്ക് ശേഷം കൊച്ചുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറിലാവുന്ന വരെ ഇതേപോലെ ഒന്ന് വഴറ്റി നമുക്ക് മിക്സറാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വറുത്തരച്ച മിക്സ് ഇവിടെ റെഡിയാണ്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ജാറിലിട്ടൊന്ന് അരപ്പാക്കി അരച്ചെടുക്കാം. ഇവിടെ നമ്മുടെ വറുത്തരച്ച അരപ്പും റെഡിയാണ്. ഇനി നമ്മുടെ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് തൈരും നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചിക്കൻ ഒന്ന് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ 3 ഉള്ളി എടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പില ഇട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി 3 അല്ല 6 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി വഴന്ന് വരാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനും അതിൻ്റെ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.